ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ലൂസിഡ് ഡ്രീമിനെ കുറിച്ചുള്ളതാണ്. ലൂസിഡ് ഡ്രീമിങ്ങിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഈ ഒരു ലൂസിഡ് ഡ്രീമിങ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് സിമ്പിളായിട്ട് ഒരു കാര്യം പറഞ്ഞുതരാം. വേറെ ഒന്നുമല്ല, നമ്മൾ ഡ്രീമിനെ കൺട്രോൾ ചെയ്യുക, അത്രേ ഉള്ളൂ. അതായത് നമുക്കിഷ്ടമുള്ള ഡ്രീം കാണാൻ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൽ ഉണ്ട്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ ഏതൊരു സ്വപ്നം കാണുകയാണെങ്കിലും, ഏതൊരു സിറ്റുവേഷനിലുള്ള ഒരു സ്വപ്നം കാണുകയാണെങ്കിലും ആ ഒരു ഡ്രീമിൽ നമ്മുടെ ഈ ബോധത്തെ കൊണ്ട്, അതായത് നമ്മൾ ആ ഡ്രീം കാണുകയാണ് എന്നുള്ളൊരു ബോധം, ആ ഒരു ചിന്ത അതിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ തൊട്ട് ആ ഡ്രീം നമ്മുടെ കൺട്രോളിലായി. സോ ഇതാണ് സിമ്പിളായിട്ട് ലൂസിഡ് ഡ്രീമിങ്. ഓക്കെ, ഇനി ഞാൻ എങ്ങനെയാണ് ലൂസിഡ് ഡ്രീമിങ് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്തത് എന്നുള്ളത് പറയാം. ഇതേപോലെ ഒരു യൂട്യൂബ് ചാനൽ വീഡിയോ കണ്ടിട്ടായിരുന്നു ഞാൻ ആദ്യമായിട്ട് ലൂസിഡ് ഡ്രീമിനെ കുറിച്ച് അറിഞ്ഞത്. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. നമുക്ക് റിയൽ ലൈഫിൽ നമുക്ക് പറ്റാത്ത കുറേ കാര്യങ്ങൾ നമുക്ക് ഡ്രീമിലൂടെയെങ്കിലും സാധിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതൊരു സന്തോഷമല്ലേ. സോ അതുകൊണ്ട് ഞാനിത് ട്രൈ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് നമുക്ക് ഇത്ര മണിക്കൂർ ഉറക്കം വേണം, നമ്മൾ രാവിലെ നേരത്തെ എണീക്കണം. രാവിലെ നേരത്തെ എന്ന് ഉദ്ദേശിക്കുന്നത് ആ ടൈമിൽ നമുക്ക് ചിന്തിക്കാൻ പറഞ്ഞുണ്ടാവില്ല. നമ്മുടെ മൈൻഡ് ഇത്തിരി കാമായിരിക്കും. അതേപോലെ തന്നെ ചുറ്റുപാടുള്ള നോയ്സുകളൊക്കെ ഇത്തിരി കമ്മിയായിരിക്കും. അത് നമുക്ക് കുറച്ചും കൂടി ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് ആ ഒരു ഡ്രീം നമുക്ക് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റും. സോറി, എനിക്ക് പെട്ടെന്ന് റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്, എല്ലാവരും ക്ഷമിക്കുക. ഓക്കെ, ഇതേപോലെ രാവിലെ നേരത്തെ അലാറം വെച്ച് എണീച്ചു. ഇവിടെ എൻ്റെ എൻ്റെ തൊട്ടവിടെ ഒരു അമ്പലമുണ്ട്. സോ ആ അമ്പലത്തിൽ ഒരു 5 മണിയായിക്കണേ, എല്ലാ അമ്പലത്തിലും 5 മണിയായിക്കണേ പാട്ട് കേൾക്കും രാവിലെ നേരത്തെ. എൻ്റെ ഇവിടെ അങ്ങനെ ഉള്ളൊരു സംഭവം ഉള്ളതുകൊണ്ട് ഞാൻ 3 മണി അല്ലെങ്കിൽ ഒരു 3:30 എണീക്കും, അലാറം വെച്ച് എണീക്കും. അതേപോലെ നേരത്തെ കിടന്നുറങ്ങും വേണം, അത് വേറെ കാര്യം. എന്നിട്ട് എണീച്ചതിന് ശേഷം ഞാൻ ഈ ഒരു ലൂസിഡ് ഡ്രീമിനെ കുറിച്ചുള്ള പിക്ചേഴ്സ് കാണുക, അല്ലെങ്കിൽ പിക്ചേഴ്സ് മീൻസ് ഓരോരോ ഫിക്ഷണലായിട്ടുള്ള അങ്ങനെയുള്ള ഇമേജസൊക്കെ കാണുക, അതിനെക്കുറിച്ച് കേൾക്കുക, അതിനെക്കുറിച്ച് ചിന്തിക്കുകയൊക്കെ ചെയ്തു. അതേപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ കണ്ട ആ ഒരു ഡ്രീം. അതായത് ആ എണീച്ച ആ ഒരു ടൈമിൽ നമുക്ക് കുറച്ച് സ്വപ്നങ്ങളൊക്കെ ഓർമ്മയുണ്ടാവും എവിടെയൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്തെടുക്കണം. ഞാൻ എഴുതിയൊന്നും വെച്ചില്ല, ഡ്രീം ജേർണൽ അങ്ങനെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളുണ്ട്. ഇതിനെക്കുറിച്ചൊരു ഫുൾ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തു തരാം. ഓക്കെ, അപ്പം ഞാൻ ഇതേക്കൂടെ കൂടുതൽ ചിന്തിച്ചു. പിന്നെ മെല്ലെ ട്രൈ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഫസ്റ്റ് ടൈം ഉണ്ടായൊരു എക്സ്പീരിയൻസ്, ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു ആ ഒരു ഡ്രീം സിറ്റുവേഷൻ. ആ ഡ്രീം സ്റ്റാർട്ടിങ് അങ്ങനെയായിരുന്നു. എൻ്റെ ഒരു വീട്ടിൽ തന്നെ ഞാൻ എണീറ്റ് ചുറ്റുപാടൊക്കെ നോക്കി. എല്ലാം ഒരേ സെയിം, കാരണം നമ്മുടെ മൈൻഡിൽ ഓൾറെഡി എൻ്റെ വീട്ടിനെ കുറിച്ചുള്ള സംഭവങ്ങളൊക്കെ എൻ്റെ മൈൻഡിലുണ്ടാവുമല്ലോ, അതെല്ലാം കണ്ടു. പിന്നെ ഡ്രീമിലാവുന്ന സമയത്ത് റിയാലിറ്റി ചെക്ക് എന്ന് പറയുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. അതേപോലെ റിയാലിറ്റി ചെക്ക് നമ്മുടെ കൈ നോക്കുക, ക്ലോക്ക്, എന്തെങ്കിലും അക്ഷരമൊക്കെ ഉണ്ടെങ്കിൽ വായിക്കാൻ നോക്കുക. അങ്ങനെ ഒരു നെഗറ്റീവായിട്ട് എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രീമിലായിരിക്കും എന്നുള്ളത്. കയ്യിലൊക്കെ നോക്കിയാൽ 5 പേരിൽ അതിനൊന്നും ഉണ്ടാകണമെന്നില്ല, ചിലപ്പോൾ ഒക്കെ തലതിരിഞ്ഞിട്ടൊക്കെ ആയിരിക്കും വരിക. അപ്പോൾ ഫസ്റ്റ് ടൈം ഇതേപോലെ റിയാലിറ്റി ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ വിരൽ നോക്കിയപ്പോൾ ഒരു വൈബ്രേഷൻ ഫീൽ അടിക്കുന്നുണ്ടായി. അതായത് നമ്മൾ നോർമലി റിയൽ ലൈഫിൽ നോക്കുന്നതിന് കുറച്ച് അതിൻ്റെ ഒരു നെഗറ്റീവ് ഇതുപോലെ വൈബ്രേഷൻ എനിക്ക് അടിക്കുന്നുണ്ടായിരുന്നു, കാണാനും പറ്റുന്നുണ്ടായിരുന്നു വിരലുകൾ എങ്ങനെ പോകുന്നത്. അതെനിക്ക് മനസ്സിലായി ഡ്രീമിലാണെന്നുള്ളത്. പെട്ടെന്നൊരു വോയിസ്, അതായത് ഗെറ്റ് ഔട്ട് ഫ്രം ലൂസിഡ് ഡ്രീം എന്ന് പറഞ്ഞിട്ടൊരു വോയിസ്. കാരണം ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് ചിന്തിച്ച് എനിക്കിതിങ്ങനെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് കുറച്ച് നെഗറ്റീവ് സംഭവങ്ങൾ മൈൻഡിൽ ഓൾറെഡി ഉള്ളത് കൊണ്ടും ആ ഒരു ഡ്രീമിൽ അങ്ങനെ ഒരു വോയിസ് എനിക്ക് കിട്ടും. അത് എവിടെ നിന്നൊന്നും ആരാ പറഞ്ഞൊന്നും അറിയില്ല, ബട്ട് എനിക്കൊരു വോയിസ് ഞാൻ കേട്ടു. സോ ഇങ്ങനെയായിരുന്നു എൻ്റെ ഒരു ഫസ്റ്റ് ടൈം ലൂസിഡ് ഡ്രീം എക്സ്പീരിയൻസ്. പക്ഷേ അതിന് ശേഷം ഒരു ചെറിയൊരു കാര്യം കൂടിയുണ്ട്. ഡ്രീമാണ് കുറച്ച് കേൾക്കുമ്പോൾ കോമഡി ആയിട്ടും കുറച്ച് സീരിയസ് ആയിട്ട് എമോഷനൊക്കെ ആയിട്ട് തോന്നാം. അതിന് ഡ്രീം അങ്ങനെയാണ്, നമുക്കൊരു പിടുത്തം ഉണ്ടായില്ല, എന്താ നടക്കണേ ഒരു പിടുത്തമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾക്ക് ഈ രാത്രി കാണുന്ന സ്വപ്നങ്ങളൊന്നും നമുക്ക് പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്.
പേടി സ്വപ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ റിയൽ ലൈഫിൽ നമുക്കത് ശരിക്കും സംഭവിക്കുന്ന പോലെ തോന്നും. നമ്മൾ അവിടെ തന്നെ ജനിച്ച് ആ ഒരു സിറ്റുവേഷൻ മുതലായിരിക്കും പിന്നെ നമ്മുടെ എല്ലാം നമ്മുടെ റിയൽ ലൈഫ് പോലെ നമുക്ക് തോന്നിയിരിക്കും. ഇതായിരുന്നു എൻ്റെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ്. പിന്നെ ഞാൻ അതിന് ശേഷം ഇതേപോലെ വീണ്ടും പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ യൂട്യൂബിൽ കാണാം. ലൂസിഡ് ഡ്രീമിനെ കുറിച്ച് അതേപോലെ ഗൂഗിളിൽ കുറേ സെർച്ച് ചെയ്ത് നോക്കുക. അങ്ങനെ കുറച്ച് പോസിറ്റീവായിട്ട് ചിന്തകൾ വന്ന് തുടങ്ങിയപ്പോൾ ഞാൻ ലൂസിഡ് ഡ്രീമിങ് കുറച്ചും കൂടി എനിക്ക് ഈസിയായി കിട്ടി. ഇപ്പോൾ എനിക്കത് എപ്പോഴും ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ലൂസിഡ് ഡ്രീമിങ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു മാക്സിമം ഒരു 5-6 വർഷമായിട്ടുണ്ടാവും. 5-6 വർഷം ഒരു പണിയില്ലാണ്ട് ഇത് തന്നെ ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല. അത് ഫ്രീ ടൈമിൽ ഇതേപോലെ നമുക്ക് ട്രൈ ചെയ്യാം. ചിലർക്ക് അത് എപ്പോഴും കിട്ടണമെന്നില്ല. ഈ ലൂസിഡ് ഡ്രീമിങ് എപ്പോഴും ശരിയാണെന്നില്ല. പക്ഷേ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമ്മൾക്കത് പെട്ടെന്ന് തന്നെ നേടിയെടുക്കാൻ പറ്റും. ആൻഡ് ഇതാണ് എൻ്റെ ഒരു ഫസ്റ്റ് ലൂസിഡ് ഡ്രീമിങ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം വേറെ ഒന്നുമല്ല, ഇതേപോലെ ലൂസിഡ് ഡ്രീമിങ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതേപോലെ ലൂസിഡ് ഡ്രീമിങ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. ഏതൊരു കാര്യത്തിലും പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും ഉണ്ടെന്ന് പറയുന്ന പോലെ തന്നെ ഈ ഒരു സംഭവത്തിലും നെഗറ്റീവ് സൈഡുണ്ട്. അത് കാരണമല്ല, നമ്മുടെ സ്ലീപ്പ് പാരാലിസിസ് എന്ന് പറയുന്ന സംഭവം അത് അങ്ങനെ അതിപ്പോൾ അനുഭവിക്കുന്നവർക്ക് അത് മനസ്സിലാകുമായിരിക്കും എത്രത്തോളം ഒരു വലിയൊരു കാര്യമാണെന്നുള്ളത്. പക്ഷേ അത് കൺട്രോൾ ചെയ്യാനും നമ്മളെ കൊണ്ട് പറ്റും. വേറെ ഒന്നുമല്ല, നമ്മൾ കുറച്ച് നേരം റിലാക്സ് ആയിട്ട് നമ്മുടെ ബോഡി ഫ്രീസ് ആയിരിക്കും, മൈൻഡ് വേക്കപ്പ് ആയിരിക്കും. ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യമുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ആസ്ട്രൽ പ്രൊജക്ഷൻ. അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യാം. അതിൻ്റെ എക്സ്പീരിയൻസ് ഒന്നും എനിക്കില്ല, പക്ഷെ ഞാനതും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരിക്കൽ സക്സസ് ആവുകയാണെങ്കിൽ, കാരണം കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാം. അപ്പോൾ ആ സ്ലീപ്പ് പാരാലിസിസ് എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്ത കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അതേ രീതിയിൽ തന്നെ കിടക്കുക. നമ്മുടെ ബോഡി അനങ്ങുന്നില്ല, നമുക്ക് ബോഡി അനക്കാൻ പറ്റുന്നില്ല എന്നുണ്ട് ആ ഒരു ടൈമിൽ നമ്മൾ കുറച്ച് നേരം പറ്റില്ല, പക്ഷെ എന്നാലും ശ്രമിക്കുക. ഫസ്റ്റ് ടൈം ഒന്നും അങ്ങനെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റില്ല. നമ്മൾ നോർമലായിട്ട് കിടന്നാൽ തന്നെ മതി. സമാധാനമായിട്ട് റിലാക്സ് ആയിട്ട് ഒന്ന് കിടന്നു കഴിഞ്ഞാൽ, കുറച്ച് നേരം കിടന്നു കഴിഞ്ഞാൽ അത് തന്നെ മാറിക്കോളും. എനിക്ക് കുറേ അനുഭവപ്പെട്ടിട്ടുണ്ട് ഈ സ്ലീപ്പ് പാരാലിസിസ്. കാരണം ലൂസിഡ് ഡ്രീമിങ്ങിനെ കൂടുതൽ ചെയ്യുന്നത് കൊണ്ട് എനിക്കിത് കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ലൂസിഡ് ഡ്രീമിൽ എന്തും അല്ലെങ്കിൽ ഏതൊരു സിറ്റുവേഷനും നമ്മൾ എന്തെങ്കിലും ഫുഡ് കഴിക്കുക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ റിയൽ ലൈഫിൽ അതേപോലെ ആ ഒരു ടേസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സംഭവം അങ്ങനെ തന്നെ നടക്കണം എന്നില്ല. നമ്മൾ കണ്ട സ്ഥലങ്ങൾ, നമ്മൾ കേട്ട കാര്യം, അതേപോലെ ചെയ്തതെല്ലാം ഒരു മിക്സിംഗ് ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ആവുന്ന ഒരു സംഭവമാണ് ഈ ഡ്രീം എന്ന് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ചിന്തിച്ചിട്ടുണ്ടാവും, ചില സമയത്ത് നിങ്ങൾക്ക് ഇതേപോലെ ഒരു അനുഭവം ഉണ്ടാവും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്നോ ഒരിക്കൽ ഏതോ ഒരു സ്ഥലത്തെ കണ്ടു, അല്ലെങ്കിൽ ഏതൊരു ആളെ കണ്ടിട്ടുണ്ടാവും. അയാൾ വീണ്ടും ആ ഒരു നമ്മുടെ ഡ്രീമിലേക്ക് വരും. നമ്മൾ വേണമെങ്കിൽ ആളിനെ കാണാനേ പാടില്ല, അവർ തമ്മിൽ ചിലപ്പോൾ തല്ലി പിരിഞ്ഞുണ്ടാവും. പക്ഷെ എന്നാലും നമ്മൾ കാണും. അയാളുടെ ക്യാരക്ടർ ആ സമയത്ത് നല്ല രീതിയിലായിരിക്കാം. അപ്പോൾ നമ്മൾ ചിന്തിക്കും എന്തിങ്ങനെ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നൊരു അവസ്ഥയുണ്ടാവും. അതാണ് ഡ്രീം. ഒരു പിടുത്തം ഉണ്ടാവില്ല. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് മാത്രമാണ്. അങ്ങനെ വലിയ സംഭവം അങ്ങനെയൊന്നുമല്ല. പക്ഷെ അതിന് ശേഷമാണ് സംഭവങ്ങളൊക്കെ നടന്നത്. അതിനെക്കുറിച്ച് ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൂടുതൽ ലെങ്തി ആവും, നിങ്ങൾക്കും ബോറടിക്കും, ഫസ്റ്റിനൊക്കെ ചടവാക്കി അറിയും. അപ്പോൾ അത് വേണ്ട. ഇപ്പോൾ ജസ്റ്റ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യുന്നു. ഇനി അടുത്ത വീഡിയോ ഇതെങ്ങനെ ചെയ്യാം, ഞാൻ ചെയ്യുന്ന രീതികൾ അതിൽ പറഞ്ഞ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ടും യൂട്യൂബിലൊക്കെ കൂടുതൽ ഇംഗ്ലീഷിലൊക്കെയാണ് വരുന്നത്. അതിനൊക്കെ എങ്ങനെയൊക്കെയൊക്കെ മനസ്സിലാക്കിയിട്ട് ചെയ്തെടുത്താണ് ഈ സംഭവം. പിന്നെ കുറച്ച് എക്സ്പീരിയൻസ് വെച്ചിട്ടും ചെയ്തെടുത്തു. കാരണം ഓരോരുത്തർക്കും ഓരോ മൈൻഡ് സെറ്റാണ്, ഓരോരോ ചിന്താഗതിയാണ്. അപ്പോൾ അവർക്ക് അതിൻ്റേതായിട്ടുള്ള രീതിയും കൂടി കണ്ടെത്തി കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിളായിരിക്കും. ഇതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം.
ഓക്കെ, അപ്പോൾ മാക്സിമം എല്ലാവരും അല്ല, ലൂസിഡ് ഡ്രീമിങ് ചെയ്യുന്ന ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോൺ കുറച്ച് സീനാണ്. ഹെഡ്സെറ്റ് എലി കറണ്ട് പോയി, അത് അവിടെ നിന്നും കൊടുക്കാം, അത് വിഷയമല്ല. അപ്പോൾ ഈ വോയിസിൻ്റെ കുറച്ച് പ്രശ്നം ഉണ്ടാകും. എഡിറ്റിങ് അത് നമുക്കറിയില്ല, ജസ്റ്റ് ഒന്ന് കാലി വെച്ചിട്ടുള്ളൂ യൂട്യൂബിൽ. അപ്പോൾ ഇനി അവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നല്ല നല്ല വീഡിയോസുകൾ, ഇതിനോട് ബന്ധമുള്ള ബേസ്ഡ് ആയിട്ടുള്ള നല്ല നല്ല വീഡിയോസ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് അറിയാവുന്ന നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ഓക്കെ, ഏത് വീഡിയോ ഇഷ്ടപ്പെട്ടൊന്നും ഉണ്ടാവില്ല, എന്നാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്.